ഇത്തവണ പ്രതീക്ഷക്കൊത്ത് ഉയരാത്തൊരു രാജ്യമാണ് പോർച്ചുഗൽ. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ലോകോത്തര കളിക്കാരൻ അവരുടെ കൂടെ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ അവരെങ്ങനെയാണോ കളിച്ചത്, ഒരു ടീം വർക്ക് ഇല്ല. ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. കോർഡിനേഷൻ അതില്ലാതെ കളിച്ചിട്ട് വിജയിക്കാൻ പറ്റില്ല. ഒരാൾക്ക് എന്തായാലും ഇതിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ അർജന്റീനയിൽ മെസ്സിക്ക് കിട്ടുന്ന ഒരു രണ്ട് ലെജൻസിനെ വെച്ച് കമ്പയർ ആ ഒരു സംഗതി എന്തില്ല ഇത്തവണയും നമ്മളെ പല ഫാനുമായിട്ട് ഫാൻ ബേസിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇത്തവണ അങ്ങനെയൊന്നുമില്ല. ക്രിസ്ത്യാനോയും പോർച്ചുഗൽ തമ്മിലുള്ള ബോണ്ടാണെന്നൊക്കെ പറയും. പക്ഷെ കഴിഞ്ഞ മത്സരം ബ്രൂണോനൊക്കെ അടുത്ത് ഒരുപാട് പാസ് കിട്ടുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്തില്ല ഫിനിഷ് ചെയ്യാനുള്ള അവസരം. അദ്ദേഹം ഒറ്റപ്പെട്ട് കളിക്കണം. ഇപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ലെജൻഡ് ആ ടീമിൽ, പോർച്ചുഗൽ എന്ന് പറയുന്ന ടീമിൽ ഒറ്റപ്പെട്ടുള്ള ഒരു. കഴിഞ്ഞ വേൾഡ് കപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രാവശ്യം ഒരുപാട് ഫാൻസ് പോർച്ചുഗലിനുള്ളതിനെക്കാട്ടി കൂടുതൽ ഫാൻസ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക്. അത് വേറൊരു റീസണും കൂടെ. അതാ ഇത്രയും കാലം കളിച്ചിട്ട് ഒരു ലെജൻഡറി പ്ലെയർക്ക് വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു സംഗതി, ആ ഒരു സിമ്പത്തി കാര്യം അതിലുണ്ട്. പക്ഷെ ഒരാൾക്ക് വേൾഡ് കപ്പ് കിട്ടണമെങ്കിൽ ആ ടീമിന്റെ ഒരു ഹെവി സപ്പോർട്ട് ശരിക്കും വേണം. ഇപ്പൊ 2022 വേൾഡ് കപ്പിൽ മെസ്സിക്ക് ആ ടീമിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട്, അത് ഇപ്പൊ ഈ കഴിഞ്ഞ 26 വേൾഡ് കപ്പിലെ ഫസ്റ്റ് കളി കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായതാണ്. എല്ലാ അവർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവർ ചെയ്തു കൊടുക്കുക. അത്രയും ബോൾ പുഷ് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്യുക. പക്ഷെ ഈ കഴിഞ്ഞ കളി പോർച്ചുഗലിനെ കണ്ടപ്പോൾ ശരിക്കും അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു ഈ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാലും പോർച്ചുഗലിന് ശരിക്കും. എന്തായാലും ഈ 2026 വേൾഡ് കപ്പ് ആര് കപ്പെടുക്കും എന്നുള്ളത് അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഫസ്റ്റ് മാച്ച് സാധാരണ കഴിയുമ്പോൾ നമുക്ക് ഇന്ന ടീം അങ്ങനെ ആവുന്ന വിലയിരുത്താൻ. പക്ഷെ അതിന് പല ടീമുകളും ആ ഒരു വിലയിരുത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഉയർന്നിട്ടില്ല, അല്ലെങ്കിൽ അത്രത്തൊരു പെർഫോമൻസ് ഉണ്ടായിരുന്ന പോർച്ചുഗൽ ആയിക്കോട്ടെ സ്പെയിൻ ആയിക്കോട്ടെ ഒന്നും അത്ര വിചാരിച്ചൊരു പെർഫോമൻസിലൊന്നല്ല. അതിലിപ്പോ പറഞ്ഞതിൽ ഫ്രാൻസാണ് പിന്നെയും മെച്ചപ്പെട്ട രീതിയിൽ കളിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ അവസാന സമയത്തേക്ക് എത്തുമ്പോൾ 2022 ഇപ്പോ അർജന്റീന ആദ്യ കളിയിൽ സൗദിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ ധൈര്യമായി പരാജയപ്പെട്ടു. പിന്നീടാണ് അവര് ആ രീതിയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. തുടക്കത്തിലെ വിലയിരുത്താൻ പറ്റില്ല. എന്തായാലും ഇപ്പൊ നമ്മളിപ്പോ മലപ്പുറം ജില്ലയിൽ സംസാരിക്കുമ്പോ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പരിസരവും നമ്മുടെ യുവാക്കളെന്നല്ല എല്ലാവരും ഒന്നടങ്കം മറ്റ് വ്യത്യസ്തമായി കൊണ്ട് ഇപ്പോ ഫിഫ വേൾഡ് കപ്പ് ആഘോഷങ്ങൾ നടക്കുകയാണ്. സ്കൂൾ തലങ്ങളിൽ നാടിന് ഇപ്പൊ എന്റെ പ്രദേശത്തൊക്കെ പൊന്നാനിക്ക് വലിയ പ്രോഗ്രാം തന്നെ ആരാധകർ, വിവിധ ഫാൻസിന്റെ ആരാധകർ സംഘടിപ്പിച്ചു. അതേപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള പ്രോഗ്രാം. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിനേക്കാളും ആ ഒരു അതായത് ഫാൻ ബേസ് ഒന്നും കൂടി മെച്ചപ്പെട്ടത്. ഈ ഒരു സീസൺ ശരിക്കും ഇവിടെ ഒരു എന്റർടൈൻമെന്റ് ലാണ്. പിന്നെ അതിലൊരു നെഗറ്റീവ് സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ കളികളുടെ ടൈം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു 12:30 3:30 ആ ഒരു ടൈം അതിൻ്റെ ഒരു വിഷയം മാത്രമേ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഈ എന്താ പറയുക പ്രാദേശികമായിട്ടുള്ള ഈ സ്ക്രീനിങ് സംഗതികളൊക്കെ കുറഞ്ഞു എന്നുള്ളൊരു സംഗതി. പക്ഷെ എന്നാലും ആ രീതിയിൽ തന്നെയാണ് മലബാർ മേഖലയിലുള്ള ആളുകൾ കൂടുതലും കളിനെ ഉള്ളൊരു സമീപനം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം.